ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ നമ്മുടെ ശാന്തമ്പാറയ്ക്കടുത്തുള്ള രാജാപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയായപ്പോൾ ഒന്ന് ഇത് കാണാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും നമ്മുടെ ഒരു ക്യാമറാമാൻ നമ്മുടെ അനിയനും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഒരു മിത്തുകളും അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ ചേർത്ത് തന്നെ നല്ലൊരു രീതിയിലൊരു ആസ്വദിക്കാനും അതുപോലെ നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനും ഫാമിലിയായിട്ടൊക്കെ ഈ മൂന്നാറൊക്കെ കാണാൻ വരുന്ന സമയത്ത് നമുക്കിവിടെ ഇറങ്ങാം. ശാന്തമ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിമാലി വന്നേച്ച് മൂന്നാർ ശാന്തമ്പാറ റൂട്ടിലുള്ള ബസ്സിന് വന്നാലും ഇവിടെ ഇറങ്ങാം. അതുപോലെ തന്നെ കട്ടപ്പന സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് മൂന്നാർ പോകുന്ന ബസ്സിന് വന്നാലും ഇറങ്ങാം, കുമളിയിൽ നിന്ന് വന്നാലും ഇറങ്ങാം. അപ്പോൾ ഈ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് അടുത്ത് തന്നെ നിയറായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ചതുരംഗപ്പാറ, 2 രാമക്കൽമേട്, അതുപോലെ തന്നെ നമ്മുടെ ആനയിറങ്കൽ ഡാം, ചിന്നക്കനാൽ, ഇതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ചെറിയൊരു സ്പോട്ടാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം, സാനിറ്റൈസറൊക്കെ കൈ കരുതണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടശല്യം അത്യാവശ്യമുണ്ട് ഈ മഴ സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്കൊന്ന് പോകാം. പിന്നെ ഇച്ചിരി മഴക്കാറൊക്കെ കുറഞ്ഞു, അതുപോലെ മഴയും കുറവാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിയത്. ചെറുതായിട്ടുള്ളൊരു വെയിലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് ആ വ്യൂ പോയിൻറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങോട്ട് കുറച്ച് ഒരു 100 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ ഈ പുറകെ ഈ വഴി കൂടെയാണ് നമ്മുടെ ശാന്തമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ രാജാപ്പാറയ്ക്ക് പോകണ വഴി ഇതാണ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഉള്ളിലോട്ട് പോവുക. അപ്പോൾ തോട്ടം സ്റ്റേസ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കൊക്കെ പോകുന്നതാണ് ഈ വഴി. ഇത് നമ്മുടെ ഉടുമ്പൻചോലയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഈ വാഗ സ്റ്റേ, അതുപോലെ തന്നെ തോട്ടം സ്റ്റേസ്, വിനയാർഡ് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ഇതിനുള്ളിലേക്കാണ് പോകേണ്ടത്. കണ്ടോ? അപ്പോൾ അതാ കാണുന്ന മല കണ്ടോ, അതാണ് കഥകപലകമേട് എന്ന് പറയും. അപ്പോൾ ഇതുപോലുള്ള മലകളെല്ലാം ചേർത്താണ് കഥകപലകമേട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോണ്ടമാൻ രാജാവിൻ്റെ കാലത്ത് ആ രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവ് അവിടെ വന്ന് ഒളിച്ച് കുറേ നാൾ താമസിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവിടെ ഒരു മൺകൊട്ടാരമൊക്കെ പണിതു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്, ഐതിഹ്യത്തിൽ. അതോടൊപ്പം തന്നെ അവിടെ തന്നെ ഒരു ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങളും അതുപോലെ രത്നങ്ങളും അങ്ങനെയുള്ള നിധികളൊക്കെ അവിടെ ഒരു ഗുഹയിൽ സൂക്ഷിച്ചിട്ട് അദ്ദേഹം വലിയൊരു കല്ല് വെച്ച് ആ ഗുഹ അടച്ചും അതിനോടൊപ്പം തന്നെ ആ ഒരു ലോക്ക് ചെയ്യാനായിട്ടൊരു ചങ്ങല ഇട്ടിട്ട് അത് അവിടെ മുകളിലൊരു കുളമുണ്ട്. ആ കുളത്തിനകത്തേക്ക് എവിടെയോ ഉണ്ട്, അതിനകത്ത് എറിഞ്ഞിട്ടു എന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു മിത്ത് വരുന്നത്. ഇന്ന് ഒത്തിരി പേര് അങ്ങനെ കഥകൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ഐതിഹ്യം മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു ഐതിഹ്യം കൂടെയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മഴക്കാലങ്ങളും മഞ്ഞുകാലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആനയും അതുപോലെ തന്നെ പോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം ശ്രദ്ധിച്ച് വരിക. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. സാധാരണ ഇവിടെ മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്ന മൂടി അങ്ങ് പോയിട്ട് നമ്മളെ അങ്ങോട്ട് ശരിക്കും മൂടി കളയും. എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ഇവിടെ തമിഴ്നാടിൻ്റെയൊക്കെ ദൂരക്കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം. നല്ല കാറ്റാണ്, അതാണ് ഇവിടെ വന്നാലൊരു പ്രശ്നം. അപ്പം നല്ല കാറ്റുള്ള സമയത്തും വരാതിരിക്കുക. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പ് പോയി ആ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കണ്ടോ ഓറഞ്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഒന്നും കായില്ല. ഇപ്പോൾ കായ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവാം. പിന്നെ ഈ തേനിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാറ്റാടിപ്പാടങ്ങളൊക്കെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു കഥകപലകമേടിലോട്ട് വരുമ്പോൾ കണ്ടോ വഴിയൊക്കെ വളരെ മോശമാണ്. ഇത് ഓഫ് റോഡായിട്ട് പോകുന്നതാണ്. ജീപ്പുകളൊക്കെയാണ് ഇങ്ങോട്ട് വരിക. പിന്നെ നമ്മുടെ തൊട്ട് താഴെ ഒരു റിസോർട്ടുണ്ട്, അവിടെ വരെ ട്രാവലറൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒരു കയറി വരുന്ന മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കയറി വരുന്ന കുറേ ഭാഗം നല്ല ടാറിങ് റോഡായിരിക്കും. അതിനുശേഷം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ വഴിയായിരിക്കും. പോകെ ഇതുപോലുള്ള ഷോളിങ് റോഡും മൺവഴികളൊക്കെ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല പച്ചപ്പാർന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കഥകുമലമേടിൻ്റെ ഫുള്ളൊരു വ്യൂവിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ കണ്ടോ, ഇതിൽ നിറയെ ആൾക്കാർ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആളുകളുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഓരോരുത്തരും വളരെ വരുന്നത് കുറഞ്ഞു വരും. അതുകൊണ്ട് എന്നാ ഭംഗിയാന്ന് നോക്കി. ഇപ്പോൾ കഥകുമലമേട് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആനയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ഫെൻസിങ് കമ്പിയാണ്, അങ്ങോട്ട് കൃഷിഭൂമി ഒന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. വാ, എന്താ ഭംഗി! ഇടുക്കാച്ചി ഒരു വ്യൂ ആണതേ. അപ്പോൾ നമുക്ക് ഈ വഴി നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വളരെ ഭംഗിയാർന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല കാറ്റാണ് പിടിക്കുന്നത്. കാറ്റ് നമ്മളെ വലിച്ചു കൊണ്ടുപോവാം. എൻ്റെ പൊന്നു കേട്ടോ, ജിജി ഒരു കൊടുത്തു എവിടെ ചെല്ലും നോക്കാം. അതേ പോണു, നല്ല ദൂരം പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് പോലും നല്ല പച്ചപ്പാണ് കണ്ടമൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ തേനി ആ ഭാഗങ്ങളാണ് കാണുന്നത്. അതുപോലെ ആ മലയുടെ ടോപ്പിലേക്കൊക്കെ പോകുന്നതാണ് ഈ വഴിയെ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ. നമുക്ക് ഈ കുറച്ച് താഴ്ഭാഗത്തോടെ ഇറങ്ങിയിട്ട് നല്ല കാറ്റാണ് പിടിക്കുന്നത് കണ്ടോ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ. നമ്മളെ പറിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എന്ത് നല്ല അടിപൊളി കാറ്റ് കണ്ടോ. നിലയ്ക്കാത്ത കാറ്റാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വന്നതുകൊണ്ട് തന്നെ. ഇപ്പം മഴ കുറച്ച് നേരം മാറി ഇന്നിപ്പോൾ എന്തോ നല്ല തെളിച്ചമാണ്. അപ്പോൾ ഈ കുറച്ചുകൂടെ നമ്മൾ ഈ ഇത് പുല്ലൊക്കെ ഉണ്ട്, ഇതിപ്പോൾ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഒരു പാറയുണ്ട്. അവിടെ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇത് നമ്മളെ പറിച്ചറിയുന്ന രീതിയിലുള്ള കാറ്റാട്ടോ. ഇതുണ്ടോ, അതിവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ നമുക്ക് കാണാം ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ വന്നിരിക്കുന്നതൊക്കെ ആയിരിക്കും. അവിടെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഭാഗമാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നല്ല അടിപൊളി കാഴ്ചകൾ. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ വന്ന് ഇവിടെ ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിക്കും. അതുപോലെ തന്നെ കൂട്ടുകാരും പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നൊരു വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ അതേ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എങ്ങ് നോക്കിയാലും പച്ചപ്പാട്ടോ. പക്ഷേ വേനൽ സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് പച്ചപ്പുണ്ടെങ്കിൽ പോലും തമിഴ്നാട് സൈഡിൽ തെങ്ങിൻ്റെ ഒരു പച്ചപ്പുണ്ടായിരുന്നു, നല്ല നിറം കുറവായിരുന്നു. അപ്പോൾ അതേ ആ പാറക്കെട്ടുകളൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ വഴിയുണ്ട്. അവിടെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനപ്പുറത്തേക്കൊക്കെ തമിഴ്നാട് നമ്മുടെ ബോഡിമെട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം, ആ ചുരം. അതുപോലെ തന്നെങ്കിൽ അതായത് അവിടെ തേനിയാണ് ആ ഭാഗങ്ങൾ കാണുന്നത്. അപ്പോൾ തേനിയും ഒക്കെ അടുത്ത് കമ്പം, ആ സൈഡൊക്കെ കമ്പം സൈഡാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ തമിഴ്നാടിൻ്റെ ഇവിടുന്ന് കാണാം. ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ തെങ്ങിൻ തോപ്പുകളും പച്ചക്കറിപ്പാടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നേരിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ മൂന്നാറൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് പോകാവുന്നതാണ്. അപ്പോൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടോ ഇതാണ് അവസ്ഥ. നല്ല എങ്ങ് നോക്കിയാലും എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും പ്രകൃതി എവിടെ ചെന്ന് പറഞ്ഞാലും ഇതുപോലെ കൺകുളിർക്കുന്ന കാഴ്ചകളായിരിക്കും നമുക്ക് സമ്മാനിക്കുക. അപ്പോൾ അതേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് കണ്ടോ, തമിഴ്നാട് തന്നെ എത്ര
ഭംഗിയായിട്ടാണ് നോക്കിയേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന മഴകളും അതുപോലെ ചാറൽ മഴയൊക്കെ തമിഴ്നാട്ടിലോട്ടും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങ് ദൂരേക്ക് നോക്കും തോറും നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങോട്ട് ചെല്ലുന്നവരും മഞ്ഞപ്പ് കയറി വരുന്നത്. അപ്പോൾ അങ്ങോട്ട് മഴ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു മലകളോട് ചേർന്ന് നിൽക്കുന്ന ഈ താഴ്ഭാഗം, തേനി, ഈ കമ്പം, അതുപോലെ ബോഡിമട്ട്, ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു പച്ചപ്പാണ്, ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ, ഈ ചെറിയൊരു സ്പോട്ടാണെങ്കിൽ പോലും നമ്മളിത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.